അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ട അരി, ഇവിടെ മട്ട അരിയാണെന്ന് പറയുക. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്നറിയില്ല. അപ്പം എന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മട്ട അരിയാണ്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കുറേ ആയിട്ടോ, കുറച്ച് 1-2 മാസമായി ഇവിടെ മട്ടരി ആരും എന്താവില്ല, ചോറ് വെക്കാനൊന്നും ഇവിടെ ആരും വെച്ചാൽ തന്നെ തിന്നൂല. അപ്പോൾ നമ്മൾ പുട്ടാക്കിയാലും തിന്നൂല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതുകൊണ്ടിട്ട് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് അരി എടുത്ത് 2-3 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. എടുത്ത് നല്ലോണം കഴുകി കുറച്ച് പാത്രത്തിലിട്ട് വറുക്കുകയാണ് കേട്ടോ. കഴുകി കുറച്ച് നേരം വരെ ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ വറുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കൈ ഇളക്കാതെ വറുക്കണം കേട്ടോ. ഗ്യാസ്മേലാണ് ഞാൻ വറുക്കണത്. നല്ലോണം ഗ്യാസ് പോവും. പക്ഷേ അടുപ്പത്ത് നിന്നൊക്കെ ആണെങ്കിൽ ഫ്രീ ടൈമൊക്കെ ആകുമ്പോൾ നല്ലതാണ്. അപ്പം അങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇത്രയും എന്താക്കിയിട്ടുണ്ട്, അരി വറുത്തിട്ടുണ്ട് കേട്ടോ. മട്ട അരിയാണ്. അങ്ങനെ അപ്പോൾ നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ അതിൽ കൈയൊക്കെ ഇതാക്കിയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല ആക്കുന്നത്. നമ്മളിതാ നിറക്കടലയും ശർക്കരയും കൂടിയിട്ടാണ് നമ്മളിതിലിടുന്നത് കേട്ടോ. സാധാരണ അരി വറുക്കുന്ന പോലെ തന്നെ മക്കൾക്ക് നല്ല ഹെൽത്തി ഫുഡായിട്ടാണ് വരുന്നത്. മക്കൾ ബേക്കറി കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിനെ കൊണ്ടിട്ട് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശർക്കര നമ്മൾ നേരെ മിക്സിയിലേക്ക് അടിച്ചതാണെങ്കിൽ മിക്സി ഒറ്റ നേരത്തേക്ക് ഇട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് മിക്സി അടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനത് ആ കവറിൽ തന്നെ, ശർക്കര വാങ്ങിയ ആ കവറിൽ തന്നെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് മറ്റേ അമ്മിക്കല്ലുകൊണ്ട് ഇങ്ങനെ കുത്തി ആക്കിയതിന് ശേഷമാണ് നമ്മൾ അത് മിക്സിയിലേക്ക് ഇടുന്നത് കേട്ടോ. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ആക്കി ഇട്ടിട്ടും ഒരു അടയാത്ത പോലെ ഒരു തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം എന്തായിട്ടുണ്ട്, അതിന്മേന്ന് എടുത്തിട്ട് അരിയും കടലയും കൂടി ഒരുമിച്ചിട്ടിട്ട് കടലയും കുറച്ച് അരിയും കുറച്ച് ശർക്കരയും കുറച്ച് ഇട്ടിട്ടാണ് നമ്മൾ ഒന്നുകൂടി അടിച്ചത്. അപ്പോൾ അങ്ങനെ അടിച്ചപ്പം പിന്നെ കുഴപ്പമില്ല, നല്ലപോലെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ മട്ടരി നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊക്കെ നല്ല ഹെൽത്തി ഫുഡ്, നമ്മൾ ബിസ്ക്കറ്റ് റസ്ക്കൊക്കെ കൊടുക്കുന്ന നേരം കൊണ്ടിട്ട് ഇത് കുറച്ച് കൊടുത്താൽ മതി. എൻ്റെ ദിലുവിൻ്റെ ഫേവറേറ്റ് സാധനമാണിത്. അപ്പോൾ ഓനിങ്ങനെ പറയും അരിപ്പൊടി ആക്കി തരുമോ. പക്ഷെ കുറച്ച് റിസ്ക്കുള്ള പണിയാവുള്ളത്. അരി ഇങ്ങനെ വലിയ റിസ്ക്കൊന്നുമല്ല, അരി ഇങ്ങനെ ഇരിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇതായിരുന്നു പരിപാടി, അരി വറുത്തിരിക്കലായിരുന്നു. പിന്നെ നിറക്കടലൊക്കെ നമുക്ക് വറുത്തത് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിന് ഈ 1 കിലോന് 130 രൂപയാണ്, ഇവിടെ 180 രൂപയാണ് വരുന്നത് കേട്ടോ. ഹോൾസെയിൽ റേറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം അരിയും ശർക്കരയും കടലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിച്ചപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പാകത്തിന് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടൊരു പാത്രം നിറയെ ഉണ്ട്. നമ്മൾ 5 കിലോ ആയിരുന്നു വറുത്തത്. പക്ഷേ അതിൽ പകുതി നമ്മൾ വറുത്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതിയാണ് നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇതാക്കിയിട്ടോ. ഒരുമിച്ച് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുമിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായി പോകുമല്ലോ. അപ്പോൾ ആവശ്യമാണ്, ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ശർക്കരയും കടലയും വാങ്ങിയിട്ട് നമുക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മളിതാ നല്ലൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിൽ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ മട്ട അരിനെ കൊണ്ടിട്ട് നല്ല അരിപ്പൊടി, ഹെൽത്തി ആയിട്ടുള്ള ഒരു അരിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.